ഹായ്. ചില ദിവസങ്ങളിൽ പ്രത്യേകിച്ച് പ്ലാനിംഗ് ഒന്നുമില്ലാതെ വണ്ടിയെടുത്ത് ഇറങ്ങാൻ ഒരു രസമാണ്. ഇന്നും അങ്ങനെ ഒരു ദിവസമായിരുന്നു. തൊടുപുഴയിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. ലക്ഷ്യം വെള്ളക്കയം റോഡ്. മുൻപ് അവിടെ പോയി വിശദമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് വെള്ളക്കയം കാണിക്കില്ല നമ്മൾ ഇന്നത്തെ പരിപാടി. ഈ വഴികളിലെ ശാന്തമായ കാഴ്ചകളും യാത്രയുടെ ഫീലുമാണ് ഇന്നത്തെ മെയിൻ. വില്ലേജ് ബ്ലോഗ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരാഴ്ചയായി തകർത്താടിയ മഴയ്ക്ക് ചെറിയൊരു ശാന്തത വന്നപ്പോൾ കണ്ട തൊടുപുഴയാറും തിരക്കേറിയ തൊടുപുഴ ടൗണും എല്ലാം കണ്ട് നമ്മൾ ന്യൂമാൻ കോളേജിൻ്റെ ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മങ്ങാട്ടുകവല. വണ്ടി പതുക്കെ ഓടിച്ച് കാഴ്ചകൾ കണ്ടുപോകാൻ നല്ല രസമാണ്. വ്ലോഗ് ചെയ്യുമ്പോൾ ഇപ്പോഴും ഡെസ്റ്റിനേഷൻ മാത്രമായിരിക്കില്ലല്ലോ പ്രധാനം. ഇതുപോലെ നമ്മൾ പോകുന്ന വഴിയിലെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകളും പ്രത്യേക ഫീല് തന്നെയാണ്. വളരെ പ്രശസ്തമായ മുതലക്കുടം സെൻറ്റ് ജോർജ് ഫൊറോന ചർച്ചും മുതലക്കുടം ടൗണുമെല്ലാം കണ്ട് വെറുതെയല്ല ഫാരി അടക്കം നിരവധി സിനിമകൾക്ക് ലൊക്കേഷനായ പട്ടയം കവല എന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ്. കോടുകുളം ടൗണെല്ലാം പിന്നിട്ട് നമ്മൾ ഒരു ജോലിയുടെ പേരിൽ അറിയപ്പെടുന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് വെൽഡിംഗ് ജംഗ്ഷൻ എന്നാണ്. അപ്പോൾ അതെല്ലാം പിന്നിട്ട് ഇതേ നമ്മൾ ചാലക്കാമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് വലത് സൈഡിലായിട്ട് 90s 80s ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള പഴയ തട്ടിയുള്ള കടകൾ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ കാളിയാറിലേക്ക് പ്രവേശിക്കുകയാണ്. കാളിയാർ ഫാക്ടറിക്ക് സമീപമായിട്ട് നമുക്കിവിടെ അരിമണ്ണൂർ ശ്രീദേവി ധർമ്മശാസ്ത്ര ക്ഷേത്രം കാണാവേ. ഇതാണ് 1913 നിർമ്മിച്ച കാളിയാറിലെ ഫാക്ടറിയാണ് ഈ കാണുന്നത്. ഈ ഭാഗത്തേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് കാണാൻ പറ്റുന്ന റബ്ബർ തോട്ടങ്ങളും പിന്നെ കാണുന്ന കന്നാരത്തോട്ടങ്ങളുമാണ്. ഇപ്പോൾ നമ്മൾ കാളിയാർ പാലത്തെത്തിയിരിക്കണം. താഴെ കൂടെ കാളിയാർ പുഴ ഒഴുകുന്നു. അല്പം ശാന്തമായിട്ടാണ് ഒഴുകുന്നത്. 2 ദിവസം മുമ്പ് വരുമായിരുന്നെങ്കിൽ ശക്തിയായി ഒഴുകുന്ന കാളിയാർ പുഴയെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ കാളിയാർ പുഴയും കഴിഞ്ഞ് കാളിയാർ ടൗണിലെത്തിയിരിക്കുകയാണ്. പഴയ രീതിയിലുള്ളതും പുതിയ രീതിയിലുള്ള ധാരാളം കെട്ടിടങ്ങളുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ കാളിയാർ. ഇതിൻ്റെ ഒരു 3 കിലോമീറ്റർ അപ്പുറമാണ് വണ്ണപ്പുറം എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അതേ നമ്മൾ ഈ ബസ്സിൻ്റെ പുറകെ യാത്ര തിരിക്കുകയാണ്. അങ്ങനെ ഒരു അന്തവും കുന്തവും ഇല്ലാത്ത യാത്ര നമ്മളങ്ങനെ വണ്ണപ്പുറത്ത് എത്തിയിരിക്കുകയാണ്. കോട്ടപ്പാറയുടെ അടിവാരത്താണ് നമ്മുടെ വണ്ണപ്പുറം സിറ്റി സ്ഥിതി ചെയ്യുന്നത്. കാളിയാറിനേക്കാളൊക്കെ വളരെ വലിയൊരു സിറ്റിയാണ് നമ്മളെ വണ്ണപ്പുറം. വണ്ണപ്പുറത്ത് നിന്ന് നമുക്ക് എളുപ്പത്തിൽ മൂവാറ്റുപുഴയൊക്കെ പോകാൻ സാധിക്കുക. അപ്പം നമ്മുടെ വണ്ണപ്പുറം ടൗൺ ഇതാ ഇവിടെ തുടങ്ങുകയാണ്. ഓണക്കാലത്ത് ഇവിടെയാണ് വണ്ണപ്പുറത്തെ മത്സരങ്ങൾ നടക്കുന്നത്. ഓണാഘോഷ പരിപാടികൾ. കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ട് നമ്മുടെ വണ്ണപ്പുറം മുണ്ടൻമുടി ആ റോഡ് ഇപ്പം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അവിടെ മണ്ണിടിച്ചിലുണ്ടായതുകൊണ്ട് വലിയ വാഹനങ്ങൾക്കൊന്നും വരത്തില്ല. അപ്പം ഇപ്പോൾ വാഹനങ്ങളൊക്കെ ബസ്സൊക്കെ പോകുന്നത് ഈ കാണുന്ന വഴിക്കാണ്. ഇതിൽ പോകുന്ന വഴി നമ്മൾ കോട്ടപ്പാറ വഴി മുള്ളരിങ്ങാട് കയറി വെള്ളക്കയം വഴി ചേലച്ചോടും ഇടുക്കിയൊക്കെ പോകുന്നത്. വണ്ണപ്പുറത്തുനിന്ന് വളവും തിരിവുമുള്ള ഒരുപാട് ഹെയർപിൻ വളവുകളൊക്കെ ഉള്ള കയറ്റമൊക്കെ കയറി നമ്മൾ കോട്ടപ്പാറ ചെന്നുമ്പോഴേക്ക് പിന്നെ അവിടെ നിന്ന് മുള്ളരിങ്ങാട് വരെ നല്ല ഇറക്കമുള്ള വളവുകളും തിരിവുകളും ഉള്ള വഴികളാട്ടോ. ഇപ്പോൾ ഒരു ബസ് ഇറങ്ങി വരുവാണെങ്കിൽ നല്ല ഭംഗിയില്ലേ കാണാൻ. നമുക്ക് ഈ കടയിൽ നിന്നൊരു ചായയൊക്കെ കുടിച്ച് പതുക്കെ യാത്ര ചെയ്യാം.
അപ്പോൾ അതേ നമ്മളൊരു വടി എടുത്തിരിക്കുകയാണ്, വടിയും കട്ടൻ ചായയും. വലിയൊരു പാറതിപ്പുണ്ട് ഈ സ്ഥലത്ത്. നമ്മൾ കോട്ടപ്പാറ കയറി പോകുന്ന വഴിക്കാണ്. അപ്പോൾ താഴെ നമ്മൾ വണ്ണപ്പുറത്ത് കയറി വന്നപ്പോഴേക്കും, കോട്ടപ്പാറ കയറി വന്നപ്പോഴേക്കും നമുക്കിതേ ഇവിടെ കുറേ വണ്ണപ്പുറത്തിൻ്റെ കുറേ കാഴ്ചകൾ കാണാം. നമ്മൾ കോട്ടപ്പാറയെല്ലാം കഴിഞ്ഞ് മുള്ളരിങ്ങാടും വന്ന് വെള്ളക്കയം കഴിഞ്ഞതേ നമ്മൾ ചുമ്മാ അങ്ങ് പോവാട്ടോ. അങ്ങനെ വെറുതെ ഇറങ്ങി നമ്മുടെ കുഞ്ഞു റൈഡ് ഇവിടെ പൂർത്തിയാകുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അടുത്ത മനോഹരമായിട്ട് വരുന്നതിലേക്കും ബൈ ബൈ.